Good morning, all. Good morning, ma'am. Good morning, ma'am. Okay, watch your care now. Can you start the class? Okay, നമ്മൾ എവിടെ വരെ എടുത്ത് നിർത്തിയത്? Self-esteem, self-concept. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തായാലും വായിച്ചു നോക്കാൻ ശ്രമിക്കണോട്ടോ. കാരണം ഒന്നിച്ചു വെക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കണ്ടിന്യൂ ചെയ്യാലോ. ഒരു ഭാഗം മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനായിട്ട് അവസരം തരാം. ഓക്കെ, എല്ലാം എന്താ പറയാ, ആ ഒരു കണ്ടന്റ് എന്താണെന്നുള്ളത് ഉൾക്കൊണ്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അതോറിറ്റേറിയനിസം ആൻഡ് ഡോഗ്മാറ്റിസം ആണ്. എന്താണ് അതോറിറ്റേറിയനിസം? ഇസ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ആൻ ഇൻഡിവിജ്വൽ believes that power and status difference are appropriate within hierarchical social systems like organization. അത് എന്താണ് അതോറിറ്റേറിയനിസം എന്ന് പറയുമ്പോൾ ഒരു അധികാരം അല്ലെ, ഒരു അധികാരം നൽകുമ്പോൾ പങ്കിടുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇൻഡിവിജ്വൽസിന്റെ ബിലീഫ്സ്, അതായത് വ്യക്തികളുടെ പ്രത്യേകമായിട്ടുള്ള ബിലീഫ്സ് പറഞ്ഞാൽ പവർ, അതായത് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ജീവനക്കാര് അവര് തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ അധികാര പദവി ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഹെറാർക്കി എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ളവർക്ക് എന്തായിരിക്കും? അധികാരം കൂടുതലായിരിക്കും അല്ലെ? ആജ്ഞാപനങ്ങളൊക്കെ ലഭ്യമാക്കാനായിട്ടുള്ള അധികാരം കൂടുതലായിരിക്കും. ശരിയല്ലേ? ടോപ്പ് ലെവലിലുള്ളവരെങ്ങനെയല്ലേ? മാനേജേഴ്സ് ഒക്കെ ആണോ? ഓക്കെ, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ പറയുകയാണ്, believes that power and status differences are appropriate within hierarchical social systems like organization. ഓർഗനൈസേഷനില് അധികാരം പങ്കിടുന്നവര് തമ്മിൽ ഒരു വേരിയേഷൻസ് ഉണ്ട്. ഏറ്റവും ടോപ്പിലുള്ളവർക്ക് തീർച്ചയായിട്ടും അവർക്ക് അധികാരത്തിന് ഒരു പവർ ഉണ്ട്. അവരുടെ സ്റ്റാറ്റസും എന്താണ് നല്ല ഹൈ ലെവലിലായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, an employee who is highly authoritarian എന്താണ് may unquestioningly accept directives or order from his superior with a more sovereignty. അതായത് തീർച്ചയായിട്ടും നമുക്കറിയാം ചില തരത്തിൽ ഇത്രയും ഈ എന്താണ് അതോറിറ്റേറിയനിസം ഉള്ള പീപ്പിൾസ് ആണെങ്കിൽ എന്താണോ സുപ്പീരിയർ നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിരിക്കുന്നത് അത് എന്താണ് ഫസ്റ്റ്ലി ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് അല്ലെ. അവിടെ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും കൊടുക്കാതെ തന്നെ അല്ലെ. സുപ്പീരിയർ വിത്ത് മോർ സവറിഗിനിറ്റി എന്ന് പറയുന്നത് അവര് പറയുന്ന ഡയറക്ഷൻസ്, അത് എന്താണോ ആ ഓർഡറുകൾ എന്താണോ അത് മുഴുവനായിട്ട് ഉൾക്കൊണ്ടിട്ട് തീർച്ചയായിട്ടും അവരിലേക്ക് കൂടുതലായിട്ടൊന്നും ചോദിക്കാതെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുന്നവരാണ്. A person who is not highly authoritarian may agree to carry out appropriate and reasonable directives from his boss, but is also likely to raise questions, express discard and even refuse to carry out the request if they are for some reasons objective. അതായത് ഇവിടെ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ എന്താണ് ആജ്ഞകൾ പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തൊഴിലാളികൾ ഉണ്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഒരു കമാൻഡിങ് പവറോട് കൂടിയിട്ട് പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറുള്ള മനോഭാവമുള്ള ജീവനക്കാരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൊഫഷൻ ആയിരിക്കും നമുക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ചിലര് അല്ലെ എന്ത് ഏൽപ്പിച്ചു കൊടുത്താലും അതിനെ ക്വസ്റ്റ്യനൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത കാണിക്കുന്നവരായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ആ ഒരു പെട്ടെന്നുള്ള ആജ്ഞകളൊന്നും നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ആകുമ്പോൾ നമ്മുടെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ആജ്ഞകൾ എന്താണോ വരുന്നത് അതിനനുസരിച്ചിട്ട് തന്നെ അല്ലെ അത് പെട്ടെന്ന് തന്നെ കേട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് നടപ്പാക്കാനായിട്ട് ആയിരിക്കണം താഴെയുള്ള ജീവനക്കാര് തയ്യാറാവേണ്ടത് അല്ലെ. അങ്ങനെ വേണ്ടി വരില്ലേ? വേണ്ടി വരുമോ? ഓക്കെ, അപ്പൊ
അത്തരത്തിലുള്ള സ്റ്റേജിലേക്ക് നമുക്കറിയാം അങ്ങനെയുള്ള ജീവനക്കാരെയായിരിക്കും പ്രിഫർ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു കണ്ടന്റ് മനസ്സിലാക്കി വെക്കുക. എന്താണ് എക്സാമ്പിളിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഹൈ അതോറിറ്റേറിയൻ മേ unquestioningly accept directives or orders from his superior with more sovereignty. അതായത് ഒരുപാട് അല്ലെ ഒരു പരമാധികാരത്തോട് കൂടിയിട്ട് അവർ നൽകുന്ന എല്ലാം തന്നെ കേൾക്കാനായിട്ട് അല്ലെ അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാനായിട്ടായിരിക്കും അവര് ശ്രമിക്കുന്നത്. അങ്ങോട്ട് അധികം ക്വസ്റ്റ്യൻസ് കൊടുക്കാതെ തന്നെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുന്ന എംപ്ലോയീസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതെങ്കിലും നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതിലേക്ക് പോകാം. നോക്കണോ? അങ്ങനെ ചെയ്തോട്ടെ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡോഗ്മാറ്റിസം. എന്താണ് ഡോഗ്മാറ്റിസം എന്നുള്ളത്? ഇസ് സ്റ്റിഫ്നെസ് ഓഫ് എ പേഴ്സൺസ് ബിലീഫ് ആൻഡ് ഹിസ് ഓർ ഹെർ ഓപ്പൺസ് ടു ഓർഡർ വ്യൂ പോയിന്റ്സ്. The popular terms close-minded and open-minded define people who are more and less dogmatic in their beliefs. അതായത് ചിലപ്പോ നമ്മള് ചിലരെ വിശേഷിപ്പിച്ച് പറയും അല്ലെ, ഒരു തുറന്ന മനസ്സുള്ള ഒരു നേച്ചറാണ് ആ വ്യക്തിയിലേക്ക്. എന്നുവെച്ചാൽ ഓപ്പൺ മൈൻഡ് എന്ന് പറയുന്നത് അവര് എന്തും അല്ലെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്ന ഒരു കാറ്റഗറിയാണ് അല്ലെ. എന്താണ് അവിടെ പേഴ്സൺസ് ബിലീവ് ആൻഡ് ഹിസ് ഓർ ഹെർ ഓപ്പൺനെസ് ടു ഓർഡർ വ്യൂ പോയിന്റ്സ്. അവരുടെ കാഴ്ചപ്പാടിലെല്ലാം ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. പോപ്പുലർലി നമ്മൾ അതിന് നിർവചിക്കുന്ന പേരുകളാണ് ക്ലോസ് മൈൻഡ് അല്ലെങ്കിൽ ഓപ്പൺ മൈൻഡ് എന്നൊക്കെ പറയുന്നത്. Then, for example, a manager may be unwilling to listen to new ideas for doing something more efficiently. Okay, മാനേജർമാര് നമുക്കറിയാം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് എഫിഷ്യന്റ്ലി അല്ലെ കാര്യക്ഷമമായിട്ട് തന്നെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ഐഡിയാസ് വരുമ്പോൾ അത് കാര്യക്ഷമമായിട്ട് തന്നെ നിർവഹിക്കാനായിട്ട് തയ്യാറാകും. തീർച്ചയായിട്ടും എന്താണ് അതിനു വേണ്ടിയിട്ട് അല്ലെ അവിടെ മാനേജർമാര് തീർച്ചയായിട്ടും എന്താണ് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് എല്ലാ ന്യൂ ഐഡിയാസും നമുക്ക് നടപ്പാക്കാൻ പറ്റുമോ എന്ന് അവർ ചിന്തിക്കും അല്ലെ. കാര്യക്ഷമമായിട്ട് നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ളത് അവര് ചെയ്തു നോക്കാനായിട്ട് ചിലപ്പോൾ ശ്രമിച്ചെന്നും വരും. Okay, then he is said to be a person who is a close-minded or highly dogmatic. അതായത് ഇവരിലെ പ്രത്യേകമായിട്ട് കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് who is a close mind അല്ലെ. ഇവിടെ ചിലപ്പോൾ വേണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് മൈൻഡ് ഒക്കെ ആയിരിക്കും, തുറന്ന മനസ്സിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് പിടിവാശിയും ഉണ്ടാവും അല്ലെ. അതായത് ഹൈലി ഡോഗ്മാറ്റിക് ആയിരിക്കും. ചില കാര്യങ്ങള് അത് ചിലതിന് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിർദ്ദേശങ്ങളൊക്കെ ആയിരിക്കും അവര് നടപ്പാക്കുക. മാനേജർമാര് അങ്ങനെയാണ്. പുതിയ പുതിയ ഐഡിയകളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തുറന്ന മനസ്സും അവർക്ക് ഉണ്ടാവും. ഒപ്പം തന്നെ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരുമായിരിക്കും. A manager in the some circumstances who is a very receptive to hearing about and trying out new ideas might be seen as more open-minded or less dogmatic. Okay, നമ്മള് ചിലപ്പോഴൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെ receptive to hearing about trying out new ideas എന്ന് പറയുന്നത് പുതിയ പുതിയ ഐഡിയാസ് വരുമ്പോൾ അതെല്ലാം തന്നെ സ്വീകരിക്കാനായിട്ട് അവരുടെ തുറന്ന മനസ്സ് കാണിക്കും, മോർ ഓപ്പൺ മൈൻഡ് കാണിക്കും. ആ സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ അല്ലെ പിടിവാശിയൊന്നും കുറഞ്ഞ രീതിയിലായിരിക്കും. അതുമായി തുറന്നല്ലേ ഒരു സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് അല്ലെ കുറച്ച് ഇളവുകളൊക്കെ വരും. പക്ഷെ കുറച്ച് അത് കണ്ടിന്യൂസ് ആയിട്ട് അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവർ കുറച്ചും കൂടി അല്ലെ ഹൈ ഡോഗ്മാറ്റിക് എന്നുള്ള രീതിയിലേക്ക് പോകും. കാരണം കൂടുതൽ പിടിവാശി വെച്ചിട്ടായിരിക്കും അവര് കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത്. Dogmatism can be either advantageous or harmful to an organization. ചിലപ്പോഴൊക്കെ ഈ പിടിവാശി എന്ന് പറയുന്നത് അല്ലെ ഓർഗനൈസേഷന് ഗുണകരമാകാം, അല്ലാതെ റിവേഴ്സ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. But gives the degree of a change of a chance in the nature of organization and their environment. Individuals who are not dogmatic are mostly like to be useful and productive organizational members.
അതായത് നമുക്കറിയാം ഒരു പരിധി വരെ അല്ലെ ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്. കാരണം അവരുടെ ഇൻഡിവിജ്വൽസിനെയൊക്കെ ഒരു നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തി കൊണ്ടുപോകാന്ന് പറയുന്നത് അവരെ ആ ഒരു പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ അവിടെയുള്ള ഇൻഡിവിജ്വൽസിനെയൊക്കെ ഒരു കൺട്രോളിംഗ് പവറോട് കൂടിയിട്ട് അല്ലെ ഒരു പിടിവാശിയോട് കൂടിയിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് മോസ്റ്റ്ലി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പ്രൊഡക്റ്റീവ് ആയിട്ട് അല്ലെ ഉത്പാദനക്ഷമതയോട് കൂടിയിട്ട് മമ്പാസിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം മാനേജേഴ്സിന് അതിന്റെ ആവശ്യകത ധാരാളമുണ്ട്. അപ്പൊ നമ്മള് എന്താണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹ്യൂമൻ റിസോഴ്സസിന്റെ ബിഹേവിയർ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ തുറന്ന മനസ്സോട് കൂടിയിട്ട് സ്വീകരിക്കുന്നവരും അതോടൊപ്പം തന്നെ ചില പിടിവാശികൾ അല്ലെ അതൊക്കെ നേടിയെടുക്കാനില്ല എന്തായാലും നമ്മൾ എത്ര സമയം എടുത്താലും ഞാൻ ഈ കാര്യം വിജയിച്ച് ഇറങ്ങും എന്നൊക്കെയുള്ള രീതിയിൽ പിടിവാശി കാണിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ അത്തരത്തിലുള്ള പൊസിഷനിലേക്കൊക്കെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ാണോ ജസ്റ്റ് വായിച്ചു നോക്കുക. നിങ്ങളുടെ ഐഡിയാസ് രണ്ടിലും ഒന്ന് കുറച്ച് ചെറിയ രീതിയിൽ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? അല്ലേ കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റിസ്ക് പ്രൊപ്പൻസിറ്റി ആണ്. റിസ്ക് പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്നത് റിസ്ക് പ്രൊപ്പൻസിറ്റി ഇസ് ദ അതായത് നമ്മള് നേരത്തെ പറഞ്ഞ കാര്യത്തില് അല്ലെ ഒരു പിടിവാശി എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ അല്ലെ ഒരു പുതിയ ഐഡിയാസ് ഒക്കെ വരുമ്പോൾ ഒരു സൊല്യൂഷൻ തന്നെ നമ്മളിപ്പോ കണ്ടെത്താമോ അല്ലെ ഒരു പ്രോബ്ലം സൊല്യൂഷൻ തന്നെ കണ്ടെത്തുമ്പോൾ ചില കുട്ടികളെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലരൊക്കെ ആണെങ്കിൽ അതെങ്ങനെയെങ്കിലും എത്തിച്ചു പോകും. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ അത് എത്തിച്ചു പോകും. ചിലരാണെങ്കിൽ ആ സൊല്യൂഷന്റെ ആൻസർ കണ്ടെത്തുന്നവരെ പിടിവാശിയോട് കൂടിയിട്ട് അത് ചെയ്യാൻ ശ്രമിച്ചിരിക്കും. അപ്പൊ ഈ പുതിയ പുതിയ ഐഡിയാസ് വരുമ്പോൾ അത് അത് നടപ്പിലാക്കാനായിട്ട് ചിലര് കൂടുതൽ ഇൻഡസ്ട്രീവ് ആയിരിക്കും അല്ലെ അവര് ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് അത് സ്വീകരിക്കും. എത്ര ടൈം വേസ്റ്റ് അല്ലെ ചെലവഴിച്ചാലും ചില ഐഡിയാസ് ഒക്കെ നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് കൂടുതൽ സഫറിങ്സ് അവര് നേരിട്ടാലും ആ ഒരു പിടിവാശിയോട് കൂടിയിട്ട് അത് നടപ്പാക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മള് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് റിസ്ക് പ്രൊപ്പൻസിറ്റി ആണ്. അപ്പൊ ഇതില് പിടിവാശിയിൽ പറയാൻ കഴിയുന്ന രണ്ട് കാര്യമുണ്ട്. ഇതിൽ ഓപ്പൺ മൈൻഡ് ഉള്ള ഒരു വ്യക്തിത്വമായിരിക്കും അല്ലെ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ടുള്ള മനസ്ഥിതി അവര് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ പിടിവാശി കൂടി അവര് കാണിക്കുന്നത്. അപ്പൊ ചില സമയങ്ങളിൽ ഈ പിടിവാശി നല്ലതായിരിക്കും. ഇപ്പൊ മാനേജ്മെന്റിനെ സംബന്ധിച്ച് മാനേജർ പൊസിഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അവിടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു ഓർഗനൈസേഷനിൽ നടപ്പാക്കാനായിട്ട് ചില പിടിവാശി കാണിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. നല്ല കാര്യക്ഷമതയോട് കൂടിയിട്ട് അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും. ഹോസ്പിറ്റലാണെങ്കിലും നമുക്കറിയാം അത് മേൽനോട്ടം വഹിച്ച് അല്ലെ നിർവഹിക്കുന്ന വ്യക്തിത്വങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് കർക്കശമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക അല്ലെ പിടിവാശിയോട് കൂടിയിട്ട് നടപ്പാക്കാനായിട്ട് ചില വിട്ടുവീഴ്ചകളൊന്നും അവർ അനുവദിക്കില്ല. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ നമുക്കറിയാം ടൈമിംഗ് പങ്ക്ച്വാലിറ്റി ഒക്കെ ഭയങ്കര കർക്കശമായിരിക്കും അല്ലെ അവര് ചില ഒട്ടും വിട്ടുവീഴ്ചകളൊന്നും വെച്ചാൽ അതൊന്നും അനുവദിക്കില്ല. എന്നാൽ ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് ചില തുറന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനോഭാവം കാണിക്കുകയും ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള പേഴ്സൺസിനെ അത്തരത്തിലുള്ള ലീഡർഷിപ്പ് അല്ലെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. ക്ലിയർ ആയോ? വീണ്ടും റിസ്ക് പ്രൊപ്പൻസിറ്റി എന്നുള്ള ടേം എന്തുകൊണ്ടാണെന്ന് നോക്കാം. റിസ്ക് പ്രൊപ്പൻസിറ്റി is the degree to which an individual is willing to take a chance and make risk decisions. അതായത് എന്താണ് അപകടം പിടിച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അല്ലെ അവർക്ക് ഒരു എന്നല്ലേ അവർക്ക് വില്ലിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏബിൾ ആണെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിനെയാണ് റിസ്ക് പ്രൊപ്പൻസിറ്റി ഡിഗ്രി ഉള്ള പേഴ്സൺസ് എന്ന് പറയാം.
ചിലര് അല്ലെ ഇപ്പൊ നിങ്ങളിപ്പോ ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതൽ നിങ്ങൾ ടാർഗറ്റ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സാലറി കിട്ടുന്ന ചിലപ്പോൾ ഒരു ഓർഡർ ഇറക്കുകയും, പക്ഷെ കൂടുതൽ റിസ്ക് എടുക്കാൻ ചിലര് തയ്യാറാവില്ല. ഞങ്ങൾക്ക് ഇതേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് അത്രയും സാലറി മതി എന്ന് പറഞ്ഞുകൊണ്ട് നിലനിർപ്പിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ടാവും അല്ലെ. അപ്പൊ കുറച്ച് എത്രയും കൂടി ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ സാലറി ആ പാക്കേജും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് തയ്യാറാവുന്ന വ്യക്തിത്വങ്ങളും ഉണ്ടാവാം. ചില ഡ്യൂട്ടികൾ അല്ലെ ഓരോ ഓവർ ഡ്യൂട്ടിയൊക്കെ വരാൻ ചാൻസ് വരുന്ന സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് ആ ഒരു പെർമിഷൻ കൊടുക്കാം. ഇപ്പൊ എപ്പോഴും ചിലപ്പോ ഇങ്ങനത്തെ ഓവർ ഡ്യൂട്ടി വരാൻ ചാൻസും ഉണ്ടാവില്ല അല്ലെ. നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷൻ ഒരു സ്ഥാപനമാണെങ്കിൽ ചിലപ്പോ ഒരു ടൈറ്റ് ഇതിലായിരിക്കും അവിടെ പേഷ്യൻസ് ഒക്കെ വരുന്നത്. ചില ടൈമുകളിൽ പേഷ്യൻസ് ഓവർലോഡ് ആയിട്ട് വരാം അല്ലെ. അപ്പൊ അവരെയും കൂടി ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു പവർ അത് കഴിവുള്ള വ്യക്തികൾക്കാണ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അവര് നേരത്തെ കൂടി തിരിച്ചറിയുക, ഓക്കെ ഇച്ചിരി കൂടി ടാർഗറ്റ് അവർക്ക് കൊടുത്താൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ശേഷിയുണ്ട് അല്ലെ. അപ്പൊ ഒരു ഡിസിഷൻ എടുക്കാനുള്ള പവർ. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് സിറ്റുവേഷൻസും കൈകാര്യം ചെയ്യാൻ ഏബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. റിസ്ക് പ്രൊപ്പൻസിറ്റി ഈസ് ദ ഡിഗ്രി ടു വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് വില്ലിംഗ് ടു ടേക്ക് എ ചാൻസ് ആൻഡ് മേക്ക് റിസ്ക് ഡിസിഷൻസ്. A manager with a high risk propensity might be expected to experiment with new ideas and to lead the organization in new directions. നമ്മളെപ്പോഴും ഓർഗനൈസേഷനെ വെച്ച് നോക്കുമ്പോൾ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമല്ല ഇവിടെ എപ്പോഴും പറയാം, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ പുതിയ കാര്യങ്ങളൊക്കെ റിസ്ക് എടുത്തിട്ട് അതിനെ മുന്നേറാനായിട്ട് കപ്പാസിറ്റി ഉള്ള പേഴ്സൺസിനെയൊക്കെ അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ആ ലീഡർഷിപ്പ് കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് അവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. അപ്പൊ എക്സ്പെരിമെന്റ് തീർച്ചയായിട്ടും അത് വിശകലനം ചെയ്തിട്ട് മാത്രമായിരിക്കും അല്ലെ, പുതിയൊരു സംഭവമായിരിക്കില്ല. സോറി ഒരു നേരത്തെ ഉള്ള ഒരു സംഭവമായിരിക്കണമെന്നില്ല. അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പുതിയ കാര്യങ്ങളാണ് അവര് ടേക്ക് ചെയ്തിട്ട് അത് എക്സ്പീരിയൻസിലൂടെ തെളിയിച്ച് ഓക്കെ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ടേണിംഗിലേക്ക് എത്തിക്കുന്നത്. സോ അവർക്ക് അത്തരത്തിലുള്ള ഐഡിയാസ് കൊടുത്തു കഴിഞ്ഞാലും അവരത് ക്യാച്ച് ചെയ്തോളും. റിസ്ക് ഏറ്റെടുക്കാൻ കപ്പാസിറ്റി ഉള്ള പേഴ്സൺസ് ആണെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അല്ലെ. ഇൻ കോൺട്രാസ്റ്റ് മാനേജർ വിത്ത് എ ലോ റിസ്ക് പ്രൊപ്പൻസിറ്റി മേ റിസൾട്ട് ഇൻ എന്താണ് സ്റ്റാഗ്നന്റ് ആൻഡ് ഓവർലി കൺസർവേഷൻ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ചെറിയ റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ പറ്റുന്നത് അതൊക്കെ നമുക്കറിയാം. എന്താണ് അവരെ കൊണ്ട് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും എന്താ ഓർഗനൈസേഷൻ ശ്രമിക്കില്ല അല്ലെ. അപകട സാധ്യത കൂടുതലുള്ള കാര്യങ്ങളിലേക്ക് അവരെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് അവരെ കൊണ്ട് ഏൽപ്പിക്കില്ല. അത് അഭിമാനം ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു സംഘടനയൊക്കെ ചിലപ്പോൾ കലാശിച്ചേക്കും. അവരെ കൊണ്ട് ചിലപ്പോഴെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അവര് ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും അല്ലെ ഒരു സംഘടിതമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് ചിലപ്പോഴെങ്കിൽ അവരെ കൊണ്ട് ആ ജോലി ഇട്ടിട്ട് പോകാനൊക്കെ ആയിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് തന്നെ വന്നേക്കാം. കാരണം അത്രയും അപകട സാധ്യതയുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് ഇൻവോൾവ്ഡ് ആവാനായിട്ടുള്ള കപ്പാസിറ്റി അവർക്ക് ഒരുപക്ഷെ ഉണ്ടായെന്ന് വരും. സോ ലോ റിസ്ക് പ്രൊപ്പൻസിറ്റി മേ റിസൾട്ട് ഇൻ എ സ്റ്റാഗ്നന്റ് ആൻഡ് ഓവർലി കൺസർവേഷൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഇടയിലുള്ള ഒരു സംഘാടനത്തിലേക്കും അത് കലാശിച്ചേക്കാം എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഓക്കെ, ഇതാണ് ഐഡിയ എന്നുള്ളതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ഓരോന്നിനെയും കുറിച്ചിട്ട് ബിഹേവിയർ വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ ക്യാരക്ടേഴ്സ് ആയിരിക്കും അല്ലെ ഓരോ ഹ്യൂമന്റേതും മനസ്സിലാക്കുക. അപ്പൊ ഓരോ ഹ്യൂമണിനും ഉണ്ടാവുന്ന കപ്പാസിറ്റി ഓരോന്നും ചെയ്യാനൊക്കെ ആയിട്ടുള്ള അവരുടെ പ്രവണതകൾക്ക് അനുസരിച്ചിട്ടാണ് അവര് അല്ലെ തിരിച്ച് അല്ലെ ഓരോന്നിനും ഓരോ ടേമിലേക്കൊക്കെ തരംതിരിച്ച് അയക്കുന്നത്. അത് വലിയ കമ്പനിയിലാണെങ്കിലും അതേമാതിരി തന്നെ വലിയ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സിലേക്കാണെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് ഒരുപാടുള്ള മേഖലകളിലേക്കാണെങ്കിൽ ഇങ്ങനെ സെലക്ഷൻ നടത്തുമ്പോൾ ഒരേ കാറ്റഗറിയിലുള്ള പേഴ്സൺസിനെ ആയിരിക്കും ഒരേ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. പക്ഷെ ഡിഫറെന്റ് തലങ്ങളിലേക്ക് അതായത് അവർക്ക് ചിലപ്പോൾ ലീഡർഷിപ്പ് വരാം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കൂടുതൽ അല്ലെ കാര്യങ്ങൾ റിസ്ക് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു ചുമതലകള്, അല്ലെങ്കിൽ പുതിയ ചിലപ്പോഴെങ്കിൽ പുതിയ നോളജുകൾ എങ്ങനെ ക്യാച്ച് ചെയ്യാം അല്ലെ ആ ഒരു മേഖലകളിലേക്ക് അവരെ ടേൺ ചെയ്ത് വിടാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ബിഹേവിയറുമായിട്ടുള്ള ഇത്തരം കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് തിരിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം.
അടുത്ത പോയിന്റിലേക്ക് പോകാം. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മാച്ചിയവേലിയനിസം എന്നുള്ളതാണ്. എന്താണ് മാച്ചിയവേലിയനിസം എന്നുള്ളതെന്ന് നോക്കാം. എന്താണ് മാച്ചിയവേലിയനിസം? മാനിപ്പുലേഷൻ ഓർ ഇൻഫ്ലുവൻസിങ് ഓഫ് അതർ പീപ്പിൾസ് ആസ് എ പ്രൈമറി വേ ഓഫ് അച്ചീവിങ് വൺസ് ഒബ്ജക്റ്റീവ്. ഓക്കെ, അതായത് ഒരു ലക്ഷ്യം തന്നെ അല്ലെ, അത് തീർച്ചയായിട്ടും എന്താണ് ഒരാളുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള പ്രാഥമിക മാർഗമായിട്ട് അല്ലെ, അവിടെ പ്രാധാന്യമായിട്ട് പറയേണ്ട പ്രൈമറി വേ ഓഫ് അച്ചീവിങ് വൺസ് ഒബ്ജക്റ്റീവ്, ഒരു ലക്ഷ്യം നേടിയെടുക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള അല്ലെ ഒരു മാർഗമായിട്ടാണ് മാച്ചിയവേലിയനിസം പറയുന്നത്. പക്ഷെ അവിടെ ആ മാച്ചിയവേലിയനിസത്തില് പ്രധാനമായിട്ടും പറയുന്നത് ഒരു മാനിപ്പുലേഷൻ ആണ് അല്ലെ, ഒരു കൃത്രിമമായ പ്രചോദനം കൊണ്ടാണ് എന്താണ് അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്. അതായത് ഒരു കൃത്രിമമായിട്ടുള്ള ഒരു രീതി, അതായത് നല്ല രീതിയല്ല അവലംബിച്ചിട്ടല്ല അവർ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു വളച്ചൊടിച്ച രീതി അവലംബിച്ചുകൊണ്ട് അവരെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിച്ചെടുക്കുക. An individual tends to be Machiavellism if tends to be logical in assessing the system around them, willing to twist and turn facts to influence others and try to gain control of the people, events and situations by manipulating the system to his advantage. Okay, അതായത് ഇവരെ കൊണ്ട് ഒരു പക്ഷെ ഈ രീതി അനുസരിച്ചിട്ട് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അവര് സ്വന്തമായിട്ടും വ്യക്തിപരമായിട്ടൊക്കെ എന്താണ് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് അവയർനെസ് മനസ്സിലാക്കുന്നു, അവരെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നു. പക്ഷെ അവരുടെ യഥാർത്ഥത്തിൽ അവരെന്ത് ചെയ്യും, ചില കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ചിട്ടാണ് അവരെ സ്വാധീനിപ്പിച്ചുകൊണ്ട് അല്ലെ ചില കൺട്രോളിംഗ് പവറുകളൊക്കെ നേടിയെടുക്കുന്നത് അല്ലെ. ചിലപ്പോ ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനം എന്നൊക്കെ പറയുന്നത് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഓരോ ഘട്ടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെ, നമ്മളിപ്പോ ചില ഡ്യൂട്ടിയൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് അവരെ കൊണ്ട് ചിലപ്പോ അല്ലെ വളഞ്ഞൊടിഞ്ഞ രീതിയിൽ കൂടെ ലക്ഷ്യം നേടിയെടുക്കാം. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നേരിട്ട് പറഞ്ഞ ഇതാണ് സൊല്യൂഷൻ, ഇതാണ് മാർഗം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ കൊണ്ട് എന്താണ് അവരെ കൊണ്ട് അല്ലെ മറ്റ് വേറെ രീതിയിൽ പറയില്ലേ, അതായത് തുമ്പിയെ കൊണ്ട് കല്ലിടിപ്പിക്കുന്ന ഒരു രീതി അവലംബിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. അതായത് അവരെ മറ്റൊരു രീതി അവലംബിച്ചാൽ മാത്രമാണ് അവരത് ചെയ്തെടുക്കുന്നത് അല്ലെ. ഒരു സ്ഥാപനത്തിലാണെങ്കിലും നേരെ ഡയറക്ഷൻ കൊടുത്തിട്ട് അവരെ കേൾക്കാത്ത വ്യക്തിത്വമാണ്. അവര് യഥാർത്ഥത്തിൽ കൂലി നേടുന്നവരാണ്. പക്ഷെ അവർക്ക് കൊടുക്കുന്ന രീതി അനുസരിച്ചിട്ട് അവര് മസ്റ്റായിട്ടും വർക്ക് ചെയ്യാതെ തന്നെയാണ് കൂലി നേടാനായിട്ട് അവരെ ശ്രമിക്കുന്നത്. അവരെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പല തന്ത്രങ്ങളും പ്രയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാതെ കൂലി കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് വേറെ രീതിയിലുള്ള വളച്ചൊടിച്ച രീതിയിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ അല്ലെ രീതിയിലേക്ക് കൊണ്ട് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട് മതിയായ കൂലിയൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവലംബിച്ചുകൊണ്ട് അല്ലെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ചിലപ്പോ യഥാർത്ഥത്തിൽ വലിയ പ്രശ്നമില്ലാത്ത ആൾക്കാരെ കൊണ്ടൊന്നും ഇത്തരത്തിലുള്ള നേതൃത്വം വഹിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ചില ട്വിസ്റ്റ് ആയിട്ടുള്ള അല്ലെ ഒരു വളഞ്ഞൊടിഞ്ഞ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പറ്റുന്നവരെ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? മാച്ചിയവേലിയനിസത്തില് പ്രത്യേകിച്ചും അതിനോട് ചേരുന്ന വിധത്തിലാണ് അർത്ഥം. അതായത് നീതിബോധമുള്ള വ്യക്തികളല്ലാതെ അല്ലെ അതായത് സത്യസന്ധമായിട്ട് നീതി പുലർത്താൻ കഴിവില്ലാത്തവരാണ് അസന്മാർഗിക രീതിയിൽ കൂടി അവരെ കൊണ്ട് പറ്റുള്ളൂ എങ്കിൽ ആ മാച്ചിനനുസരിച്ചിട്ട് അവരെ കൈകാര്യം ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനോട് അല്ലെ മാച്ചിയവേലിയനിസം എന്ന് പറയുന്നത് അതിനോട് മാച്ച് ചെയ്തു എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ക്ലിയർ ആയോ? ഇൻഡിവിജ്വലിന്റെ ആ ഒരു ടെൻഡിനനുസരിച്ചിട്ട് മാച്ച് ചെയ്യുന്നു. ഓക്കെ, അവര് നേരാവണ്ണം നിയന്ത്രിച്ച് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ ട്വിസ്റ്റായിട്ട് വളഞ്ഞ രീതിയിലെ കൊണ്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് കഴിവിട്ട നേതൃത്വം സ്ഥാനം വഹിക്കേണ്ടി വരുന്നവരെ കൊണ്ട് അത്തരത്തിലുള്ള ലീഡർഷിപ്പ് കാര്യങ്ങളൊക്കെ നിർവഹിക്കും. ഓക്കെ, അങ്ങനെയുള്ളവരും ഉണ്ടാവും അല്ലെ. ഒരു സ്ഥാപനത്തില് എല്ലാം സത്യസന്ധരായിരിക്കില്ല അല്ലെ, നീതിപൂർവ്വത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കില്ല.
ചിലരൊക്കെ കള്ളത്തരം കാണിക്കുന്നവരും ഉണ്ടാവും. പക്ഷെ കള്ളത്തരം കാണിക്കുന്നവരെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, നിയന്ത്രിക്കാൻ പറ്റുന്ന പേഴ്സൺസും നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് അതിലെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെയാണോ? ഒരുപാട് വർക്കേഴ്സ് എപ്പോഴും ഒരു സ്ഥാപനത്തിൽ ഉണ്ടെന്ന് ചിന്തിക്കുക. പലതരത്തിലുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള നേച്ചറുള്ള പേഴ്സൺസ് ആയിരിക്കും. ഇനിയും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഓക്കെ, നമുക്ക് രണ്ട് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് കൂടിയേ ഉള്ളൂ. അതായത് ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി പേഴ്സണാലിറ്റീസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ടൈപ്പ് എ പേഴ്സൺസിന്റെ പ്രത്യേകത നോക്കാം. ടൈപ്പ് എ പേഴ്സൺസ് ഫീൽ എ ക്രോണിക് സെൻസ് of time urgency, are highly achievement oriented, exhibit a competitive drive, and are impatient when their work is delayed for any reason. Okay, ഒരു ടൈം പങ്ക്ച്വാലിറ്റി ഉള്ളത് അല്ലെ. അതായത് എന്റെ വർക്ക് ഇത്ര ടൈമിനുള്ളിൽ തീരണമെന്ന് കർക്കശമുള്ള ചില വ്യക്തിത്വങ്ങളുണ്ട് അല്ലെ. ഇവരൊക്കെ നല്ല വ്യക്തിത്വമാണെന്ന് ഞാൻ പറയും. കാരണം നല്ല സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട് അവര് കഴിവ് സംഭരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹൈലി അച്ചീവ്മെന്റ് ഓറിയന്റഡ് ആയിരിക്കും അല്ലെ. ഒരുപാട് നേട്ടങ്ങൾ നേടിയിരിക്കുന്നവരായിരിക്കും. അവര് എത്ര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് എങ്കിലും അവരത് പ്രദർശിപ്പിക്കും. അവരുടെ സമയത്തിനുള്ള അവരെങ്ങനെയെങ്കിലും അത് ചെയ്തു തീർക്കും. അവർ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടിയൊക്കെ അവർ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഡിലേ വരികയാണെങ്കിൽ അവർ ഇംപേഷ്യന്റ് എന്ന് വെച്ചാൽ അവര് അക്ഷമരാകും. കാരണം അല്ലെ സമയത്തിന് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നോർത്തുള്ള ഒരു വെപ്രാളം അവരുടെ മുഖത്ത് ദർശിക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, അവര് ടൈം ടു ടൈമിൽ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്ന അവരുടെ നേച്ചറുള്ള വ്യക്തികളാണ്. സോ ടൈപ്പ് എ പേഴ്സൺസിലെ ക്രോണിക് വിട്ടുമില്ലാത്ത ഒരു സെൻസസ് ആണ് അല്ലെ ടൈം അർജൻസി. ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കണമെന്നുള്ള ഒരു പ്രത്യേക ക്യാരക്ടർ ഫോളോ ചെയ്യുന്ന പേഴ്സൺസ് ആണ്. അവരുടെ പ്രത്യേകത ടൈമിൽ ചെയ്തില്ലെങ്കിൽ അവര് അല്ലെ ഒരു ഇംപേഷ്യന്റ് ആയിരിക്കും. ടൈപ്പ് ബി പേഴ്സൺസ് അപ്പൊ നമുക്കറിയാം easy going individual who do not sense the time urgency, അവർക്ക് ടൈം അർജൻസി ഒന്നുമില്ല. and who do not experience the competitive drives. അങ്ങനെ വരുമ്പോൾ ഈ മത്സരാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അവരെ ഏൽപ്പിക്കാതിരിക്കുന്നതാണ് ഭേദം അല്ലെ. അവര് ഇത്ര സമയത്തിനുള്ള അവർക്ക് ചെയ്ത് തീർക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ അല്ലെ. അപ്പൊ ടൈപ്പ് എ ഇൻഡിവിജ്വൽസ് ആർ സിഗ്നിഫിക്കന്റ്ലി മോർ prone to heart attack than ടൈപ്പ് ബി ഇൻഡിവിജ്വൽസ്. ഓക്കെ, നമുക്കറിയാവുന്നതാണ്. അവർക്ക് അല്ലെ കൂടുതലായിട്ട് എന്താണ് ഒരു വെപ്രാളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ ടൈപ്പ് ബി യേക്കാൾ കൂടുതൽ ടൈപ്പ് എക്ക് അങ്ങനെ ഒരു അല്ലെ ഒരു ഹാർട്ടിന് ഒരു അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം ഒരു വെപ്രാളം ഉണ്ടാവും. ടൈപ്പ് എ പീപ്പിൾ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ to move ahead in a relatively short period of time. Then may also suffer health problems which might be harmful to both themselves and the organization in the long run. Okay. അപ്പൊ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ ഇവിടെ ടൈപ്പ് ബിയിലുള്ള ആൾക്കാരും ഉണ്ടെന്നുള്ളതാണ് പ്രധാനമായിട്ടും കാര്യം. ഇരുകൂട്ടരും നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. എന്താ പറയുക, കാറ്റഗറിയിലുള്ള ആൾക്കാരെ കൊണ്ട് ഗുണമുണ്ട്, ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരെ കൊണ്ട് എന്താണ് വലിയ പ്രശ്നമൊന്നുമില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റവരെ സംബന്ധിച്ചാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, കാരണം ഈ വെപ്രാളം കാണിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ കുറഞ്ഞ കാലയളവിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള രീതിയാണ് തീർച്ചയായിട്ടും ടൈപ്പ് എ കാറ്റഗറിയിലുള്ള ആൾക്കാരുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക അല്ലെ. റിലേറ്റീവ്ലി ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം they may also suffer health problems. കാരണം ഒരുപാട് നാള് അല്ലെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടൈമിനുള്ളിൽ കൈകാര്യം ചെയ്യുന്ന വർക്കുകളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും. നീണ്ട നാളുകൾക്കുള്ള വർക്കുകൾ ഏൽപ്പിച്ചു കൊടുത്താൽ അവർക്ക് അല്ലെ അവരാകെ മര്യാദയ്ക്ക് ചെയ്ത് തീർക്കാനും പറ്റില്ല, എന്നാൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കുറച്ച് നാളത്തേക്കുള്ള വർക്കുകളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും. അത്രയും ടൈം പീരീഡിനുള്ളിൽ അവര് എത്രയും പെട്ടെന്നൊക്കെ ചെയ്തു തരും. അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാവുന്നുള്ളത്. ഈ വർക്ക് ടൈം കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ടെൻഡൻസി ഉള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട് എങ്കിൽ ചെറിയ ഷോർട്ട് ടൈം ആയിട്ടുള്ള വർക്കുകൾ ഏൽപ്പിച്ച് ഓരോന്ന് തീർത്ത് കൊണ്ടുപോകാനായിട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ?
ചെയ്യണോ? ക്ലിയർ ആണോ? ക്ലിയർ ആയില്ല? ഒന്നുകൂടി പറയട്ടെ. അതായത് സമയത്തിനുള്ളിൽ തീർക്കണമെന്ന് താല്പര്യമുള്ള കുറെ പേഴ്സൺസ് ഉണ്ടാവും. നമ്മളെ ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും ഇത്ര ടൈമിനുള്ളിൽ എനിക്ക് തീർക്കണം എന്നുള്ള ഒരു ടെൻഡൻസി അവരെങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കുന്നതിന് വ്യാപൃതരായിരിക്കും അല്ലെ. അവരെ കൊണ്ടത് അതായത് ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു കാറ്റഗറി ആയിട്ട് അനുസരിച്ചിട്ടുള്ള ഒരു പണി ഏൽപ്പിക്കാതിരിക്കുന്നതായിരിക്കും ഭേദം. കാരണം അത്രയും നാളുകൊണ്ട് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസുകൾ വരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല അവര് അത്രയും കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാനായിട്ട് സന്നദ്ധ കാണിക്കില്ല അല്ലെ. അതേസമയം ലോങ് ടൈം ആയിട്ടുള്ള പണികൾ ചെയ്യിക്കാനായിട്ട് ഈ ടൈം ബി കാറ്റഗറിയിലുള്ള പേഴ്സൺസ് ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് ഇത്ര സമയത്തിനുള്ള കുറച്ചേ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ചില ജോലികളെല്ലാം ഒറ്റയടിക്ക് അങ്ങോട്ട് ഫുൾ ഫിനിഷിംഗിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. കുറേശ്ശെ ചെയ്ത് തീർത്ത് നമുക്ക് ഒരു ഫൈനലൈസേഷനിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വർക്കുകളും ഉണ്ടാകാം. ഓക്കെ, നമുക്കൊരു ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ തന്നെയാണെങ്കിൽ മെയിൻ്റെനൻസ് വർക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാം പരിഹരിച്ചു കഴിയാൻ പറ്റില്ല അല്ലെ. അത് പതിയെ കാര്യങ്ങളൊക്കെ അപ്പൊ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് കൈകാര്യം ചെയ്യുന്ന പേഴ്സൺസ് ആണെങ്കിൽ നമുക്കറിയാം അതൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ചില കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. പക്ഷെ അർജന്റിലെ ആവശ്യകതയായിട്ടുള്ള അവരെ വിളിപ്പുറത്തെത്തി ആ ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കും എന്ന് പറ്റുന്ന തരത്തിലുള്ള വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള വർക്കുകളൊക്കെ അത്തരത്തിലുള്ള തൊഴിലാളികളെ നമ്മൾ ഏൽപ്പിക്കേണ്ടതായിട്ട് അല്ലെ. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഒരു ഡിസൈനിങ് ഒക്കെ തയ്യാറാക്കിയിട്ട് ഒരു പുതിയ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള വർക്കേഴ്സിനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചാൽ വലിയ പ്രശ്നമില്ല. പക്ഷെ അർജന്റിനെ പരിഹരിക്കേണ്ട വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ അല്ലെ, ടൈം കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള പേഴ്സൺസിനെ തന്നെ കണ്ടെത്തി നമ്മൾ നിർവഹിക്കേണ്ടതായിട്ട് വരും അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബഡ്ജറ്റ് ഒക്കെ തീരുമാനിച്ച് ഒരു ഹോസ്പിറ്റലാണെങ്കിലും ബഡ്ജറ്റ് ഒക്കെ തീരുമാനിച്ച് ഒരു ഫണ്ട് ഭാവിയിലേക്ക് ഇന്നൊരു ബിൽഡിംഗ് ഒക്കെ പണിയാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഹെഡിങ് അതോറിറ്റി ഒക്കെ ഏൽപ്പിച്ച് അത് കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കറിയാം അത് ടൈം പ്ലാൻ ഉണ്ടാവും. അതേസമയം പെട്ടെന്ന് അല്ലെ ഒരു പ്ലംബിംഗ് വർക്കുകളൊക്കെ ഇന്ന് പരിഹരിച്ച് തീരേണ്ടതൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അർജന്റായിട്ട് ആളെ കണ്ടെത്തി അവിടെ പരിഹരിച്ച് തീരും. സോ ടൈം കാറ്റഗറിയിലുള്ള ആൾക്കാരെ കണ്ടെത്തുക. അപ്പൊ അവരെങ്ങനെയെങ്കിലും ആ ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്ത് ആ വർക്ക് ഫിനിഷ് ചെയ്ത് നമുക്കറിയാം അവിടെ ഹ്യൂമൻ റിസോഴ്സിന്റെ എഫേർട്ടുകൾ അവിടെ ആവശ്യമാണ്. ക്ലിയർ ആയോ? ഓരോ വർക്കുകളുണ്ട്. ബിഹേവിയർ നോക്കുമ്പോൾ ഒരുപാട് ജീവനക്കാരെ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഉണ്ടാവാം. പലതരത്തിലുള്ള നേച്ചറുള്ള വർക്കുകളൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നു. നമുക്ക് ലാസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ വർക്ക് എത്തിക് ഓറിയന്റേഷൻ ആണ്. വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും എന്താണ് പേഴ്സണാലിറ്റി ഡയമെൻഷൻ കൂടിയുണ്ടല്ലേ, ആറ്റിറ്റ്യൂഡ് തുടങ്ങിയാണ് നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് നോക്കാൻ പറ്റും. ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു പോകാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റ് കൂടെ നോക്കാം. അതായത് വർക്ക് എത്തിക് ഓറിയന്റേഷൻ ആണ്.
ഒരു കാര്യം പറഞ്ഞാൽ എന്താണ് പ്രധാനമായിട്ടും നമുക്ക് അല്ലെ ധാർമ്മിക മൂല്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അതായത് വിവിധങ്ങളായ ഡ്യൂട്ടികളിൽ ഏർപ്പെടുന്നവരുണ്ട്. അവര് നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കും. അവരുടെയൊക്കെ കുറെ എബിലിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ടായിരിക്കും ഏതൊരു ഓർഗനൈസേഷൻ ശ്രമിക്കുന്നത് അല്ലെ. ചിലരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ ചിലരുടെ നല്ല ബ്രില്യന്റ് ആയിരിക്കും. എന്നാൽ അവരെ കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ധാരാളം ഉണ്ടാവാൻ സാധ്യതയൊക്കെയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അവരുടെ കൂടി കൺസിഡർ ചെയ്തിട്ട് പല ഡ്യൂട്ടികളൊക്കെ അവരെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അല്ലെ. സം ഇൻഡിവിജ്വൽസ് ആർ ഹൈലി വർക്ക് ഓറിയന്റഡ് while others try to the minimum that is requested to get fired without being fired on the job. Okay, ചിലരൊക്കെ നല്ല ഹൈ ഓറിയന്റഡ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലി നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതേസമയം മറ്റു വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പേടിയൊന്നും ഇല്ലാത്ത ഒരു തരം ജീവനക്കാരായിരിക്കാം. The extremely work ethic oriented person get greatly involved in the job. അല്ലെ, അതായത് വർക്ക് എത്തിക് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ അല്ലെ ആ ഒരു വർക്കിനോട് കൂടുതൽ ആത്മാർത്ഥതയുള്ള വ്യക്തിത്വങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും, അവര് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. എക്സ്ട്രീം വർക്ക് എത്തിക് വാല്യൂസ് could lead to traits of workaholism. Then work becomes to be considered as the only primary motive for living with very little outside interest. Okay, വർക്കഹോളിസത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം വർക്കുമായിട്ട് കൂടുതൽ താല്പര്യമുള്ള വ്യക്തികൾ അതിൽ തന്നെയായിരിക്കും, വർക്കിൽ തന്നെയായിരിക്കും അവര് താല്പര്യം അല്ലെ. ചില ആൾക്കാർ നമ്മൾ പറയും എപ്പോഴും പണിയെടുക്കുക അല്ലെ, ജോലിയിൽ തന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചില വ്യക്തികൾ ഉണ്ടാകും അല്ലെ. അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാവില്ലേ, അവര് മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിലൊന്നും അവര് എന്താണ് ശ്രദ്ധ പതിപ്പിക്കില്ല. അവർക്ക് ജോലി അല്ലെ, ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് കീപ്പ് ചെയ്യുന്ന വ്യക്തികളാണ്. അതാണ് വർക്കഹോളിസം എന്ന് പറയുന്നത്. When work becomes to be considered as the only primary motive, അത് മാത്രമേ ഉള്ളൂ അവരുടെ പ്രേരണയിലുള്ളത് അല്ലെ. ഫോർ ലിവിംഗ് വിത്ത് വെരി ലിറ്റിൽ ഔട്ട്സൈഡ് ഇൻട്രസ്റ്റ്, മറ്റ് ഔട്ട്സൈഡ് ഇൻട്രസ്റ്റുകളൊന്നും അവർക്ക് ഇല്ല എന്നുള്ളതാണ്. For the dedicated worker, turning to work can sometimes become a valuable alternative of facing non-worker related problems. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ ചിലപ്പോൾ ഓർഗനൈസേഷൻ അവർ അങ്ങനെയുള്ള തൊഴിലാളികൾ നല്ലതാണ്, കാരണം അവർ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ മറ്റൊരു കാര്യം കൂടി ഇതിനുണ്ട്. ഹൈ ലെവൽ ഓഫ് വർക്ക് എത്തിക് ഓറിയന്റേഷൻ ഓഫ് മെമ്പർ ഇസ് ഗുഡ് ഫോർ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഗോൾ. ടു മച്ച് വർക്കഹോളിസം വിച്ച് മൈറ്റ് ലീഡ് ടു untimely burned and health problems in dysfunctional for both organization and the workaholic members. അതായത് ചിലപ്പോഴൊക്കെ ഇത് ശരിയാണെന്ന് പറയും, പക്ഷെ ഇങ്ങനെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് ഓർഗനൈസേഷന് എന്താണ് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവര് ഹെൽത്ത് ഇഷ്യൂസുകളൊക്കെ വന്ന് ഒറ്റയടിക്ക് ചിലപ്പോൾ നോർമൽ ലീവ് ഒക്കെ എടുത്ത് പോകും. അപ്പൊ അവരുടെ വർക്ക് ചെയ്യാനായിട്ട് എന്താണ് അവിടെ മറ്റു തൊഴിലാളികളൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഇങ്ങനെ വർക്കിനോട് ആത്മാർത്ഥതയുള്ളവര് ഒക്കെയാണ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവർക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വർക്ക് ചെയ്യിപ്പിച്ചാലും അത് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യമാണ് ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. വർക്ക് എത്തിക് ഓറിയന്റേഷനിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കുക അവർ ഫുള്ളി വർക്കിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ാണോ ഇതൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഓർഗനൈസേഷൻ ബിഹേവിയർ ചാപ്റ്റർ ഇച്ചിരി ഇതാണ്, പക്ഷെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകാം. കാരണം ഒരു സ്ഥാപനം ആയതുകൊണ്ട് വ്യത്യസ്ത വർക്കേഴ്സ് അവിടെ വ്യത്യസ്ത നേച്ചറുള്ള വ്യത്യസ്ത ബിഹേവിയറുള്ള വർക്കേഴ്സുകൾ അവിടെ ഉണ്ട്. അപ്പൊ അവരൊക്കെ കാറ്റഗറൈസ് ചെയ്ത് കൈകാര്യം ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരെ ഓരോരുത്തരും നിയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ക്വാളിഫിക്കേഷൻ മാത്രം അല്ലെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് മാത്രം കൊണ്ട് അല്ല അവരെ നിയോഗിക്കേണ്ടത്. അവരിൽ അടങ്ങിയിരിക്കുന്ന ചില കഴിവുകൾ അല്ലെ, ചില ഈ പറഞ്ഞ മാതിരിയുള്ള പ്രത്യേകമായിട്ടുള്ള സിറ്റുവേഷനിലായിട്ടുള്ള ഒരു നേച്ചറും കൂടി മനസ്സിലാക്കിയിട്ട് വേണം അവരെയൊക്കെ ഓരോ കാര്യങ്ങളിലേക്കൊക്കെ പ്രത്യേകമായിട്ട് നിയോഗിക്കാം. കേസ് വലിയ വലിയ ഓർഗനൈസേഷനൊക്കെ ആകുമ്പോൾ ഇതിനൊന്നും ആവശ്യകത ഉണ്ടാവില്ല. അതൊക്കെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് HR ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യണോ? ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഇതും കൂടി നോക്കാനുള്ളത് പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് ആണ്. അപ്പോ ആ ഒരു പോയിന്റും കൂടി നമുക്ക് നോക്കാം. അതായത് വ്യക്തിത്വത്തിന്റെ അളവുകളാണ്.
The bigger 5 personality dimensions are extraversion, agreeableness, then conspicuousness, emotional stability, and opinions to experience. അതായത് പലതരത്തിലുള്ള ആളുകൾ, അതായത് ഒരു വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ആ വ്യക്തി ജനിച്ചു വളർന്ന് അല്ലെ അവര് എത്രത്തോളം ആയിട്ടുണ്ടോ അത്രത്തോളം അവർക്ക് നോളജുകൾ പല രീതിയിൽ അവര് നേടിയിട്ടുണ്ടാവും. ജന്മന കുറെ കഴിവുകൾ കിട്ടിയിട്ടുണ്ടാവും. അവര് സ്വമേധയെ കുറെ നേട്ടങ്ങൾ നേടിയിട്ടുണ്ടാവും. പിന്നെ പുറത്തുനിന്ന് അല്ലെ ഔട്ട് സോഴ്സിൽ നിന്നൊക്കെ എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ അവര് നേടിയിട്ടുണ്ടാവും. ഓക്കെ, ആർജിച്ചെടുത്ത കുറെ നേട്ടങ്ങളൊക്കെ അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയാണ്. എന്തായാലും ഇതൊരു വേറൊരു വേർഷൻ ആണ്. ഇതിക്ക് മുമ്പ് വരെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. ഒരു 10 പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി ഇവിടെ പഠിച്ചത്. അതായത് വർക്ക് എത്തിക് ഓറിയന്റേഷൻ വരെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഇൻ ഓർഗനൈസേഷനിൽ വരുന്നത്. മറ്റൊരു ഭാഗമാണ് പേഴ്സണൽ ഡയമെൻഷൻ എന്നുള്ളത്. അപ്പൊ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഇൻ ഓർഗനൈസേഷനിൽ എല്ലാം നിങ്ങൾ ഓക്കെയാണോ, ക്ലിയർ ആണോ? ഏതെങ്കിലും ഭാഗം കിട്ടാത്തതുണ്ടോ? ചെറിയ ചെറിയ നോട്ട്സ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കാരണം പറയുന്നതനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടേതായ ഭാഷയിൽ ലാംഗ്വേജിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് പോകാനായിട്ട്. കാരണം ഒറ്റയടിക്ക് ചിലപ്പോൾ ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല പല വേർഡ്സുകളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിച്ച് അല്ലെ നമുക്കൊന്ന് വായിച്ചു നോക്കുമ്പോൾ ഓക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ 10 പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിലെ ഏറ്റവും ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗം. ഓക്കെ, എന്തായാലും ഓക്കെയാണോ? എന്തെങ്കിലും വായിച്ചിട്ട് കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാം ഓക്കെയാണ്. നമുക്ക് ലാസ്റ്റ് ഭാഗം കൂടി ഒന്ന് നോക്കിയേക്കാം. അതായത് പേഴ്സണാലിറ്റി ഡയമെൻഷൻസ്. ഓക്കെ, ബിഗ് 5 പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് നമ്മൾ പറഞ്ഞു. 6 എക്സ്ട്രാവേഷൻ, ദെൻ അഗ്രിയബിൾനെസ്, ദെൻ എന്താണ് കോൺഷ്യസ്നെസ്, ദെൻ ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. അതായത് ഓരോന്നും മനസ്സിലാക്കുക. എന്താണ് എക്സ്ട്രാവേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പുറലോകമായിട്ടുള്ള ഒരു ബന്ധം അല്ലെ. പിന്നെ അഗ്രിയബിൾനെസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സമ്മതം, എന്തിനും നമ്മൾ തുനിയുന്ന ഒരു കാര്യം. അതേമാതിരി തന്നെ കോൺഷ്യസ്നെസ്, എന്താണ് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ മനസാക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വൈകാരികമായിട്ടുള്ള ഒരു നിലനിൽപ്പ്. ദെൻ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തുറന്ന ഒരു ബന്ധം അല്ലെ, ഒരു എക്സ്പീരിയൻസ്. ഇതെല്ലാം
ഒരു പേഴ്സൺസിനുണ്ട് അല്ലെ. തീർച്ചയായിട്ടും നമുക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, മറ്റുള്ളവരോട് ഒപ്പം തന്നെ എഗ്രി ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു താല്പര്യമുള്ളവരുണ്ടാവും. അതേമാതിരി തന്നെ ഒരു മനസാക്ഷി അല്ലെ, ഓരോരുത്തർക്കും അവനവൻ്റെതായ മനസാക്ഷിക്ക് അനുസൃതമായിട്ടുള്ള പെരുമാറ്റ രീതികളുണ്ട്. വൈകാരികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി എല്ലാത്തിനും ഒരു വൈകാരികമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊള്ളുന്നവരായിരിക്കും എല്ലാ വ്യക്തികളും. ഓപ്പൺസ് അല്ലെ, തുറന്ന മനസ്സോട് കൂടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്കെല്ലാം ഉണ്ടായിരിക്കും. Ideally, these personality dimensions that correlate positively and strong with the job of performance would be helpful in the selection, training and appraisal of employees. Okay, നമുക്കറിയാം ഇതെല്ലാം കോറിലേറ്റഡ് ആയിട്ടാണ്, അതായത് ഒന്നൊന്നിനോട് ചേർന്ന വിധത്തിലാണ് അത് പോകുന്നത് അല്ലെ. പോസിറ്റീവ്ലി സ്ട്രോങ് വിത്ത് ജോബ് പെർഫോമൻസ്, തീർച്ചയായിട്ടും അത് ഒന്നിനൊന്നോട് ചേർന്ന് പോകുമ്പോഴാണ് നല്ല രീതിയിലുള്ള ഒരു പ്രകടനം ആ തൊഴിലാളിക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് ചില കഴിവുകളുള്ളവർക്ക് മറ്റുള്ള ഇതിന്റെ ഇടയിൽ പ്രകടിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള ഒരു നിലനിൽപ്പ് അല്ലെ, ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം, കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല. മറ്റുള്ളതൊക്കെ പുതുമയെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവില്ല. പക്ഷെ ഇതെല്ലാം കോറിലേറ്റഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അല്ലെ. Then would be helpful in the selection, training and appraisal of employees. Okay, ഇതനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഓരോ വ്യക്തികളെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും, അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും, അവരെ കൂടുതലായിട്ട് അല്ലെ അപ്രൈസ് ചെയ്യുന്നതിന് കൂടുതലായിട്ട് എന്തെങ്കിലും അവർക്ക് നേട്ടങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒന്നും കൂടി ബിറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. The individuals who exhibit traits associated with the strong sense of purpose, obligation and resistance generally perform better than those who do not. Okay, അതായത് ഒരു ശക്തമായിട്ടുള്ള ഒരു ലക്ഷ്യബോധമൊക്കെയുള്ള ഒരു അല്ലെ ഒരു ആശയത്തിനോട് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള കടമ നിർവഹിക്കണം അല്ലെങ്കിൽ അല്ലെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള വ്യക്തിത്വമാണ്, അവർക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻസിബിലിറ്റി ഉണ്ടെങ്കിൽ അല്ലെ നമ്മളിപ്പോ ചെയ്തു തീർക്കാം, എന്റെ ഡ്യൂട്ടിയാണ്, ഞാൻ സാറിന്റെ കൈപ്പറ്റുന്നതാണ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും എന്താണ് ജനറലി നല്ല രീതിയിൽ തന്നെ വർക്ക് പെർഫോം ചെയ്യും. നമ്മള് മടിയന്മാരായിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവില്ല അല്ലെ. ഈ പറഞ്ഞ മാതിരി തന്നെ അല്ലെ അവര് ഉള്ള തൊഴിലാളികളെല്ലാം തന്നെ ഇതെല്ലാം ഒരു 5 ഡയമെൻഷനുകൾ ഇവിടെ പറയുന്നുണ്ട്, അതെല്ലാം തന്നെ റിലേറ്റഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവര് പോസിറ്റീവ്ലി വർക്കിനെ അക്സെപ്റ്റ് ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്യും. അതോടൊപ്പം തന്നെ പറയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ അല്ലെ അത് ഉത്തരവാദിത്വത്തോട് ചെയ്യണമെന്നുള്ള ഒരു ഒബ്ലിഗേഷൻ, ആ ഒരു രീതി ഫോളോ ചെയ്യുന്ന വ്യക്തിത്വമാണ് എങ്കിൽ തീർച്ചയായിട്ടും അവര് ബെറ്റർ പെർഫോം തന്നെ കാഴ്ചവെക്കും എന്നുള്ളതാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച്. ഓക്കെ, പേഴ്സണാലിറ്റി ഡയമെൻഷൻ എന്നുള്ളത് എന്താണെന്ന് ക്ലിയർ ആയോ? ആ അളവുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേര്. 5 പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് ഏതൊക്കെയാന്നുള്ളത്. സ്ട്രോങ് സെൻസ് ഉള്ളവർക്ക് ഉണ്ടായിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓരോന്നും എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകമായിട്ടും എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഫസ്റ്റ് അല്ലെ ഓരോ ഇന്ത്യയും ഫസ്റ്റ് തന്നെ എന്താണ് പറയണേ എന്നുള്ളത് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും എന്താണെന്നുള്ളത് അല്ലെ. ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന ആൻസറിൽ നിന്ന് ഓപ്ഷൻസ് കണ്ടെത്താനായിട്ട് എളുപ്പം സാധിക്കുന്നതാണ്. ക്ലിയർ ആണോ? 5 ഡയമെൻഷൻസ് ഒക്കെയാണോ? ണോ വീണ്ടും പറയേണ്ടതുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് തുടങ്ങി ആറ്റിറ്റ്യൂഡ് എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കാണാം. ഓക്കെ, താങ്ക് യു.